ആദ്യ കുർബാന സ്വീകരണം മുതൽ വിശുദ്ധ കുർബാന കാർലോ മുടക്കിയിരുന്നില്ല. കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നില്ല. കുർബാനയ്ക്ക് മുമ്പോ ശേഷമോ 1 മണിക്കൂർ കുർബാനയുടെ മുൻപിൽ സമയം ചെലവഴിക്കാതെ കാർലോ മടങ്ങിയിരുന്നില്ല. പരിശുദ്ധ അമ്മയെ തൻ്റെ സ്വന്തം അമ്മയേക്കാൾ അധികം കാർലോ സ്നേഹിച്ചിരുന്നു. ജപമാല മുടക്കുന്നതിനെക്കുറിച്ച് കാർലോയ്ക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാർലോ പരിശുദ്ധ അമ്മയിലും പരിശുദ്ധ കുർബാനയിലും തൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ചിരുന്നു. അതുകൊണ്ട് കാർലോ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടു. 9-ാമത്തെ വയസ്സ് മുതൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന കാർലോ ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് സൈറ്റിൽ കയറിയിരുന്നില്ല. ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ മുഴുവൻ ശേഖരിച്ച് ലോകത്തിലെ 4 ഭൂഖണ്ഡങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷനുകൾ നടത്തി. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഏക സൈറ്റ് അത് കാർലോയുടെ പേരിലാണ് ഇന്നും. കാർലോ പറഞ്ഞു, യുക്രിസ്റ്റ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ അതിവേഗ പാതയാണ്. അങ്ങനെ അവസാനത്തെ വർഷം ക്യാൻസറിൽ നിന്നുണ്ടായ സഹനം മുഴുവൻ സഭയ്ക്കു വേണ്ടി സമർപ്പിച്ച് 2006 ഈ ലോകത്തു നിന്നും വിശുദ്ധ കുർബാനയാകുന്ന ഹൈവേയിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കാർലോ കടന്നുപോയി. ഇന്ന് കാർലോ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാർലോ വഴി ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കാർലോസെ കാവലായിരിക്കണമേ.